CPM ഏരിയ സെക്രട്ടറി പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കരമടയ്ക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു മര്യാദകേടാണ്. അത് അദ്ദേഹത്തെ പോലെ ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുന്നത് അവരല്ലേ. CPM ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒക്കെയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വില്ലേജ് ഓഫീസർമാരും മറ്റേ ടാക്സ് ഓഫീസർമാരും ഒക്കെ ഇത് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ഏരിയ സെക്രട്ടറിമാരും ഇതുപോലാണ്. ആരെ അനുസരിക്കത്തില്ല, ആരെയും അംഗീകരിക്കത്തില്ല, നികുതി പോലും അവർ കൊടുക്കാൻ മടിയാണ്. അത് ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാല് വെട്ടും, ഓഫീസിൽ കയറി വെട്ടുന്നത്. ഇത്ര മര്യാദകേടാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഉള്ളൊരു ജില്ലയാണ്. ഇവിടെ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച ജില്ലയാണ് പത്തനംതിട്ട. ഇവിടുത്തെ ഓരോരോ നേതാക്കന്മാരും CPM ഓരോ നേതാക്കന്മാരും കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു വിധത്തിലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്തതാണ്. വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്നാണ് ഇപ്പോ പറയുന്ന പുതിയ ഭാഷ്യം. ഇവരുടെ സംസ്ഥാനത്തല്ലേ ആ വില്ലേജ് ഓഫീസർ ഇത്രയും നാൾ പ്രവർത്തിച്ചത്? അദ്ദേഹം അഴിമതിക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ നടപടിയെടുത്തില്ല? ഈ വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനാണെന്ന് ഒരു വെളിപ്പെടുത്തലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ CPM ഭാഗത്തു നിന്നോ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് നികുതി ചോദിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹം നികുതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ, അപ്പോൾ അയാൾ കൊള്ളരുതാത്തവനായി, അയാൾ അഴിമതിക്കാരനായി. ഇതാണല്ലോ നവീൻ ബാബുവിന് സംഭവിച്ചത്. നവീൻ ബാബു എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള വിശ്വസ്തനായ സത്യസന്ധനായ ഒരു സർക്കാർ ഓഫീസർക്ക് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തരാൽ സംഭവിച്ച ദുരന്തം നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം ആത്മഹത്യ ചെയ്താണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയാണോ എന്നുള്ള സംശയം പോലും നിൽക്കുകയാണ്. സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരവസരവുമില്ല. പോലീസ് പ്രവർത്തിക്കാൻ കഴിയില്ല. പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത് CPM ആണ്. വില്ലേജ് ഓഫീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ CPM ഗുണ്ടായുധവും താന്തോന്നിത്വവുമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ അധികാരിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ പരാതിയുമായിട്ട് ചെന്നാൽ അദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ മരുമോന്റെയോ ഒക്കെ ഇടപാടുകളിൽ തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത്? അപ്പൊ ഇത് കേരളത്തിലെ CPM ഭരണ ശൈലിയുടെ ഒരു സവിശേഷതയാണ്. അവർ ഭരിച്ചാൽ അവരെന്തും ചെയ്യും, അതനുസരിച്ചോളം ബാക്കി എല്ലാവരും. ഒരു വില്ലേജ് ഓഫീസർക്ക് ആ വില്ലേജിൽ നിന്ന് കൂടും കുടുക്കെ എടുത്ത് നാട് വിട്ട് പലായനം ചെയ്യേണ്ട ഗതികേടുണ്ടായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ. എന്നിട്ട് കേരളത്തിലെ റവന്യൂ മന്ത്രിക്ക് തന്റെ ഇടമെന്നോ നട്ടല്ലായ കൊണ്ടോ? കേരളത്തിലെ റവന്യൂ മന്ത്രിക്ക് അയാളുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴ പിണ്ടി വെച്ചിരിക്കുകയാണോ കേരളത്തിലെ റവന്യൂ മന്ത്രി? മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവരാണ്. അപ്പൊ വനം വകുപ്പാണെങ്കിൽ ഉദ്യോഗസ്ഥർ, നമ്മൾ ചെക്ക് പോസ്റ്റിലെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ നേരിടുന്ന എന്തെല്ലാം ഭീഷണികളാണ്. കേരളത്തിലെ CPM പാർട്ടിയുടെ അക്രമികളായിട്ടുള്ള, ഗുണ്ടകളായിട്ടുള്ള, അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തെ അടക്കി ഭരിക്കുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നാരങ്ങാനത്ത് ഒരു വില്ലേജ് ഓഫീസർക്ക് അവിടം വിറ്റ് സർക്കാർ കൊടുത്ത ഫോണ് ഓഫീസിൽ ഏൽപ്പിച്ചിട്ട് അയാള് പലായനം ചെയ്ത് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്ന സ്ത്രീകളാണ്. ഇനി അയാൾക്ക് കേരളത്തിൽ ഒരിടത്തും ജോലി ചെയ്യാൻ കഴിയില്ല. അയാൾക്ക് എവിടെ പോയിട്ട് വേട്ടയാടും, അവരെ പിടിക്കും. അവിടെ എല്ലാം ഈ ഏരിയ കമ്മിറ്റി ഉണ്ട്, അവിടെ എല്ലാം ലോക്കൽ കമ്മിറ്റി ഉണ്ട്. ഈ ഒരു ലോക്കൽ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ മാത്രമല്ല ഈ കുഴപ്പക്കാർ. കേരളത്തിൽ എവിടെ പോയാലും അവരങ്ങനെയാണ്. കാരണം അവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഷെൽ ഭരണമാണ്, അക്ഷരാർത്ഥത്തിൽ ഷെൽ ഭരണം. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഇതിനെല്ലാം ഒത്താശ കൊടുക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ മലകൾ മുഴുവൻ ഈ നാരങ്ങാനം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മലം പ്രദേശമാണ്, കടമ്പനത്തെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. അവിടുത്തെ മലകളായി ഇടിച്ചു നിരത്തിക്കൊണ്ട് പോവുകയാണ്. CPM നേതാക്കന്മാർ കമ്മീഷൻ വാങ്ങുകയാണ്. ലക്ഷങ്ങൾ കോടികൾ ഇടപാടുകൾ നടക്കുന്നു. പ്രകൃതി ദുരന്തം നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ള ഭയത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. ഈ ജില്ലയിൽ ആകെ ഇത്തരം ലഹരി പത്തനംതിട്ടയിൽ ആരെടുക്കാൻ പറ്റും? ഒരു പോലീസുകാരൻ ലഹരിക്കാരനെ പിടിക്കാൻ പറ്റുമോ? ആ ലഹരി മാഫിയ സംഘത്തിനെയാണ് ആരോഗ്യമന്ത്രി ഈ ജില്ലയിൽ നിന്നുള്ള വീണ ജോർജ് മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. CPM ജില്ലാ സെക്രട്ടറി കാപ്പ പതികൾ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ജില്ലയാണ് പത്തനംതിട്ട. കണ്ണൂരല്ല CPM ഗുണ്ടായുസവും അക്രമവും തേർവാഴ്ചയും ഏറ്റവും കൂടുതൽ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ ഇപ്പോൾ തന്നെ നിരവധി സംഭവങ്ങൾ പുറത്തു വന്നു. ഈ സംഭവങ്ങളെല്ലാം അവരുടെ MLA-മാരും അവരുടെ മന്ത്രിമാരും അവരുടെ പാർട്ടി നേതാക്കന്മാരും അതിനെ ന്യായീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ തന്നെ മുൻ ഒരു ഏരിയ സെക്രട്ടറി പാർട്ടി ഓഫീസിൽ തൂങ്ങിച്ചെത്തു. അദ്ദേഹത്തെ എങ്ങനെ മരിക്കാനിടയായി എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതൊക്കെ ആരന്വേഷിക്കും?
പത്തനംതിട്ടയിൽ എന്താണ് നടക്കുന്നത് എന്ന് പുറം ലോകം അറിയണം. അതിന് ഈ സംഭവം ഒരു നിമിത്തമായെങ്കിൽ അത് നന്നായി. ഇപ്പൊ ജോസഫ് അവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരുക്കി കൊടുക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ്. ജോസഫ് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർക്ക് ഏതെങ്കിലും ആളുടെ ഭീഷണി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കോൺഗ്രസ് കൊടുക്കും, അവിടെ പ്രവർത്തിക്കും. അയാൾ മുൻകാലങ്ങളിൽ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല, ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. അന്ന് അയാളെ തടയേണ്ട, അയാളെ പിടിക്കേണ്ട സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥന്മാരും മിണ്ടാതിരുന്നതിന്റെ കാരണമാണ് പറയേണ്ടത്. അയാൾ അഴിമതി കാണിച്ചിട്ടുള്ള ആളെ പിടിക്കണമായിരുന്നു, പിടിച്ചില്ല. ഇപ്പൊ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പിടി വീണപ്പോഴാണ് ഇപ്പൊ കേരളത്തിലെ വില്ലേജ് ഓഫീസർമാർ ഇതുപോലെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്റെ സഹോദരി, കേരളത്തിൽ നടക്കുന്ന CPM-ന്റെ തേർവാഴ്ചയുടെ നഗ്നമായ ചിത്രങ്ങളുടെ മുമ്പിലേക്ക് വരും. അതാണ് അവസ്ഥ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.